ഹായ് ഓൾ ഫ്രണ്ട്സ്. വെനസ്വല യു എസുമായുള്ള ബന്ധം വഷളാകുന്നു എന്ന വാർത്തകൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കരീബിയൻ കടലിൽ അമേരിക്കയുടെ നാവികസേനയെ വിന്യസിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെനസ്വല അമേരിക്കയുമായുള്ള ബന്ധം വഷളാവുന്നതിന്റെ കാരണങ്ങൾ വിശദമായി നോക്കുകയാണെങ്കിൽ കുറെ അധികം പിന്നോട്ട് പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വെനസ്വല അമേരിക്ക ബന്ധം കൂടുതൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാനുള്ളത്. വെനസ്വലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണം ഒരു ഇടതുപക്ഷ സർക്കാരാണ് വെനസ്വലയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യു എസുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നിരിക്കുന്നതും. ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി ഒന്ന് കണ്ണോടിക്കാം. വെനസ്വല അമേരിക്ക ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ രാജ്യം വിടാൻ ട്രംപ് അന്ത്യശാസനം നൽകി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ട്രംപ് അന്ത്യശാസനം നൽകുന്നത് ആർക്കാണ് എന്ന് വെച്ചാൽ വെനസ്വലൻ പ്രസിഡന്റിനാണ്. അതാണ് അതിന്റെ ഒരു വേറെ പ്രത്യേകത. വെനസ്വലൻ പ്രസിഡന്റിനാണ് ട്രംപ് അന്ത്യശാസനം നൽകുന്നത്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വെനസ്വലയിൽ അവിടുത്തെ പ്രതിപക്ഷം യു എസുമായി സഹകരിക്കുന്നവരാണ്. ഇടതുപക്ഷ സർക്കാരാണ് ഈ വെനസ്വല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രതിപക്ഷം ട്രംപുമായും യു എസുമായും ബന്ധം സ്ഥാപിക്കുന്നവരുമാണ്. അതുതന്നെയാണ് ട്രംപിന് ഇങ്ങനെ ഒരു അന്ത്യശാസനം കൊടുക്കുവാനും സാധിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കാണാം. രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച്. കുടുംബത്തോടൊപ്പം രാജ്യം വിടാനാണ് ട്രംപ് ടെലഫോണിൽ സംസാരിച്ചു എന്നൊക്കെയാണ് വെനസ്വലയുടെ പ്രസിഡന്റിനെ ഉദ്ധരിച്ചുള്ള അതിന്റെയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇടത് ഒരു ഭരണമാണ് അവിടെ എന്ന് സൂചിപ്പിച്ചല്ലോ. ഇടത് നേതാവ് മഡൂറോയാണ് അവിടെ ഏകദേശം 10 വർഷം പിന്നിട്ട് 3ാമത്തെ ഭരണം തുടരുകയാണ് അവിടെ. അപ്പോൾ 2 കാലാവധി കഴിഞ്ഞ് 3ാമത് പ്രാവശ്യവും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണം ഇരുകൂട്ടരും സമ്മതിക്കുന്നുണ്ട്. ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്ന് മഡൂറോയും സമ്മതിക്കുന്നുണ്ട്, ട്രംപും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ട്രംപുമായി സംസാരിച്ചത് ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു എന്നാണ് വെനസ്വലൻ പ്രസിഡന്റിന്റെ പക്ഷം. ട്രംപിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല, സൗഹൃദ സംഭാഷണം എന്നൊന്നും വെളിപ്പെടുത്താനാവില്ല എന്നാണ് അവർ ട്രംപുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഏതായാലും കരീബിയൻ കടലിൽ യു എസിന്റെ നാവികസേന വിന്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിട്ടുമില്ല. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പിന്നാമ്പുറം കൂടി അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. 2 നൂറ്റാണ്ട് പഴക്കമുള്ള ബന്ധമാണ് യു എസ് വെനസ്വല ബന്ധം. ഗ്രാൻ കൊളംബിയയിൽ നിന്ന് വേർപിരിഞ്ഞാണ് വെനസ്വല രാജ്യം തന്നെ രൂപീകൃതമാകുന്നത്. അത് 1835 വെനസ്വല യു എസ് ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രാൻ കൊളംബിയയിൽ നിന്ന് ഒരു വേർപിരിഞ്ഞ ഒരു രാജ്യം രൂപീകൃതമായതിനു ശേഷം 1835 വെനസ്വല യു എസുമായി ബന്ധം സ്ഥാപിക്കുന്നത്. പക്ഷെ അത് വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. കാലങ്ങളോളം ആ ബന്ധം അങ്ങനെ തുടർന്നു. കാരണം അവിടെ കാര്യമായ ഇൻകമൊന്നും ഇല്ലാത്ത ഒരു രാജ്യം, പുതിയൊരു രാജ്യമാണല്ലോ, കാര്യമായ ഇൻകങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു നല്ല ബന്ധം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ 1900 അടുക്കുമ്പോഴേക്കും തുടക്കത്തിൽ എണ്ണ കണ്ടെത്തി. എവിടെ? ഈ വെനസ്വലയിൽ 1900 ആ കാലഘട്ടത്തിലാണ്, തുടക്കത്തിൽ തന്നെ എണ്ണ കണ്ടെത്തി. അവിടെ മുതലാണ് യു എസുമായുള്ള ബന്ധം കൂടുതൽ ശക്തിയാർജിക്കുന്നത്. അമേരിക്കയുടെ കമ്പനികളൊക്കെ, എണ്ണ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളൊക്കെ വെനസ്വലയിലെത്തുകയും അവിടെ എണ്ണ ഖനനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും
ശക്തിയായ നയതന്ത്ര ബന്ധവും അതോടുകൂടി സ്ഥാപിച്ചു. ഇതോടെ രാജ്യത്തിൽ അധികാരത്തിൽ വരുന്ന സ്വച്ഛാധിപതികളെ പിന്തുണക്കുന്ന ഒരു നിലപാട് US സ്വീകരിച്ചു പോരുകയും ചെയ്തു. എതിർക്കുന്ന ഇവരെയൊക്കെ പുറത്താക്കുന്ന ഒരു രീതിയായിരുന്നു. എന്നാലും പറയത്തക്കാരെയും പുറത്താക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം എല്ലാവരും US സഹകരിക്കുന്ന ഒരു ഭരണാധികാരികളായിരുന്നു, സ്വച്ഛാധിപതികളായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. 1970-കളിലാണ് ഇതിന് മാറ്റം വന്നത്. അന്നത്തെ സർക്കാർ എണ്ണ ദേശവൽക്കരിച്ചു. അതോടെ US ബന്ധം ഉരസലിലെത്തി എന്ന് പറഞ്ഞ ബന്ധം വഷളായി തുടങ്ങി എന്നാണ് അതിന്റെ ചുരുക്കം. 1970-കളിലാണ് ഇത് വരുന്നത്. ഇത് 1998-ലെത്തുമ്പോൾ സോഷ്യലിസ്റ്റ് നേതാവ് ഹുഗോ ഷാവേസ് അധികാരത്തിലെത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി. പകരം അദ്ദേഹം ക്യൂബ, ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ പുനഃസ്ഥാപിച്ചു. നയതന്ത്ര ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു അദ്ദേഹം മുന്നോട്ട് പോയി. ഇതോടെ അമേരിക്കയുമായുള്ള ബന്ധം ഉരസൽ വന്നു എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധങ്ങളൊന്നും വിച്ഛേദിച്ചിട്ടില്ല. എങ്കിലും റഷ്യ, ഇറാൻ, ക്യൂബ ഈ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ അമേരിക്കയുടെ ബന്ധം താരതമ്യേന കുറഞ്ഞു വന്നു എന്നതിന്റെ ചുരുക്കം. അമേരിക്ക തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് ഷാവേസ് US നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വരുത്തി. ഇത് 2002-ലാണ് തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം US നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു. 2002-ലാണ് ഇത്. പിന്നീട് സംഘർഷങ്ങൾ തുടർന്നു. എന്നാലും എണ്ണ വ്യാപാരം തുടർന്നുകൊണ്ട് സംഘർഷങ്ങൾ തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയതന്ത്ര തലത്തിലുള്ള സംഘർഷങ്ങളാണ്, മറ്റുള്ള സംഘർഷങ്ങളല്ല. എന്നാലും എണ്ണയുമായുള്ള വ്യാപാരം അവർ തുടരുകയും ചെയ്തുകൊണ്ടിരുന്നു. 2010 വരെ വെനസ്വല അമേരിക്കയുടെ മുൻനിര എണ്ണ കയറ്റുമതിക്കാർ ആയിരുന്നു. വെനസ്വലയെ സംബന്ധിച്ച് ഷാവേസ് സർക്കാരിന് ജനപിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ക്ഷേമ പദ്ധതികളൊക്കെ ധാരാളം പ്രഖ്യാപിച്ചിരുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു ഷാവേസ്. അദ്ദേഹം ഒരുപാട് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനും ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ മരണം വരെ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. 2013-ലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അതുവരെ അദ്ദേഹം വെനസ്വലയുടെ പ്രസിഡന്റായി തുടർന്നു. തുടർന്നാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറ അധികാരത്തിൽ വരുന്നത്. 2 തെരഞ്ഞെടുപ്പുകളിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2 തെരഞ്ഞെടുപ്പുകളിൽ കാലാവധി പൂർത്തിയാക്കുന്ന മഡൂറ 3ാമതും തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം സർക്കാരിന് നേരെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയാണ് അധികാരം പിടിക്കുന്നത് എന്ന ആരോപണം 2 തവണ പൂർത്തീകരിച്ച് 3ാമത്തെ തവണയും അദ്ദേഹം തന്നെ അധികാരത്തിലെത്തിയപ്പോഴാണ് ഇത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷവും അവിടുത്തെ ജനങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ US സഞ്ചരിച്ചാണ് ഇപ്പോൾ അദ്ദേഹവുമായുള്ള ഈ വെനസ്വലയുമായുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നത്. കാരണം US ആവശ്യം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ പകരം വെനസ്വലയുടെ പ്രസിഡന്റായി പ്രഖ്യാപിക്കാം എന്നാണ് US കരുതുന്നത്. അത് തന്നെയാണ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെനസ്വലയുമായുള്ള ബന്ധം US വഷളായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാന വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വെനസ്വലയുടെ പ്രസിഡന്റുമായി US പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തോടും കുടുംബത്തോടും മറ്റൊരു രാജ്യത്തേക്ക് നാടുവിടാൻ പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വെനസ്വലയുടെ പിന്നാമ്പുറ ചരിത്രം. ഇപ്പോൾ അവരുടെ പ്രധാന കാരണം അവിടെ ഒരു ഇടതുപക്ഷ സർക്കാരാണ്. വെനസ്വല ഇപ്പോൾ ഏകദേശം 10 വർഷം പിന്നിട്ട ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷം പിന്നിട്ടു 3ാമത്തെ ഭരണം അവർ തന്നെ അധികാരത്തിലെത്തുകയും ചെയ്തു. ഇത് തന്നെയാണ് അവിടുത്തെ പ്രതിപക്ഷത്തിനും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുവാനും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയാണ് ഇവർ അധികാരത്തിലെത്തുന്നത് എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു വർത്തമാനം അത് രൂപപ്പെടുകയും അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അസ്വസ്ഥതകൾക്ക് കാരണം. ഇതിന് അമേരിക്കയുടെ പിന്തുണയുണ്ട്. അവിടുത്തെ പ്രതിപക്ഷവും അമേരിക്കയും ഒക്കെ കൂടി തന്നെയാണ് ഇപ്പോൾ ഈ പ്രസിഡന്റിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം എന്ന ആവശ്യവുമായി വന്നിരിക്കുന്നത്. ഇതാണ് വെനസ്വലയുടെ ഇപ്പോഴത്തെ അസ്വസ്ഥതകൾക്ക് കാരണം.
അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാർ രാജിവെക്കണം, അല്ലെങ്കിൽ പ്രസിഡന്റ് പുറത്തു പോകണം, അദ്ദേഹത്തിന് ഇപ്പോഴാണെങ്കിൽ കുടുംബത്തോടൊപ്പം പുറത്തു പോകാനുള്ള അവസരം ഒരുക്കും എന്നൊക്കെയാണ് US-ന്റെയും അവകാശവാദം. ഇതാണ് US-വെനസ്വല ബന്ധം വഷളാവുന്നതിന്റെ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാമ്പുറ കഥകൾ. തീർച്ചയായും ഇപ്പോൾ ഏതായാലും പ്രസിഡന്റ് അവിടെ തുടരുന്നുണ്ട്, ഭരണം നടക്കുന്നുണ്ട്. ഇത് അതിന്റെ ഒരു ചുരുക്ക വിശേഷമാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും അതിൻ്റെയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരേണ്ടതുണ്ട്, എന്നാലാണ് അതിന്റെ ഒരു സമ്പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. ഏതായാലും അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ പ്രസിഡന്റാക്കാം എന്നാണ് ഇപ്പോൾ US-ന്റെ കണക്കുകൂട്ടൽ. അതിന് തന്നെയാണ് അവിടുത്തെ പ്രതിപക്ഷവും അതിന് സപ്പോർട്ട് ചെയ്യുന്നു. ഒരു കുറെ അധികം ജനങ്ങളും, അസ്വസ്ഥതകൾ നിറഞ്ഞ ജനങ്ങളും ഈ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളും ഇപ്പോഴത്തെ പ്രസിഡന്റിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവിടുത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ടാണ് കരീബിയൻ കടലിൽ ഇപ്പോൾ അമേരിക്കയുടെ നാവികസേന വിന്യാസവും US നടത്തിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവിടുത്തെ അസ്വസ്ഥതകൾക്ക് കാരണം. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ നടക്കുമായിരിക്കും. അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താക്കുമോ, അദ്ദേഹം രാജ്യം വിടുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.